ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ അധിക സമയമൊന്നുമില്ല, ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് വല്ലതും ഉണ്ടോ? ഒന്ന് കാണിക്കേ. ഫുൾ ബോഡി വർക്കൗട്ട് നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം. വെറും 5 അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡി ആക്ടിവേഷൻ ആക്കാൻ പറ്റും. നിങ്ങളുടെ ഫുൾ ബോഡി ടോൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, നല്ല അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നമ്മൾ ഫോണിനകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു 10 മിനിറ്റ്, ഒരു ദിവസത്തിലെ വെറും ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ടിന് വേണ്ടി ഒന്ന് ചിലവഴിക്കും. നല്ല എൻജോയ്മെൻറ്റ് തരുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ ബോഡിയും മനസ്സിനെയൊക്കെ ഒരേ കണക്ക് ആക്ടിവേഷനാക്കാൻ പറ്റിയ സൂപ്പർ വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പം വലിച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഒരു 2 വാമപ്പ് വർക്കൗട്ട് ചെയ്യണം. അപ്പം ആദ്യത്തെ നമ്മുടെ ഒരു വാമപ്പ് ഇതാണ്. നിങ്ങൾ വെറുതെ ജമ്പ് ചെയ്യുക, ഒരു 30 സെക്കൻഡ് ജമ്പ് ചെയ്യുക. ഓക്കെ, എൻജോയ് ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് നിങ്ങൾ ഈ ജമ്പിങ് ചെയ്യുക, ഒരു 30 സെക്കൻഡ് ചെയ്യുക. ഓക്കെ, ഈ വാമപ്പ് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിലോട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ലോണം ഉണ്ടാവുകയും അതുവഴി നമുക്ക് തുടർന്ന് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുക ഈ വർക്കൗട്ടുകൾ. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാമപ്പ്. ഓക്കെ, അപ്പം ഈ 2 വാമപ്പുകൾ നിങ്ങൾ 30 സെക്കൻഡ് വെച്ചാണ് ചെയ്യേണ്ടത്. 2 വാമപ്പുകളാണ് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വാമപ്പുകളാണ്. ഓക്കെ, രണ്ടും നിങ്ങളുടെ വാമപ്പുകളാണെങ്കിലും നിങ്ങളുടെ കാർഡിയോയ്ക്കും നിങ്ങളുടെ ഈ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ല വർക്കൗട്ടുകളാണ്, നല്ല വാമപ്പുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നിങ്ങളുടെ 2 വാമപ്പ്. ഓക്കെ, നെക്സ്റ്റായിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. ഓക്കെ, പുഷപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല സൂപ്പറായിട്ട് വർക്കൗട്ടാണ്. അപ്പോൾ പുഷപ്സ് നിങ്ങൾ ചെയ്യേണ്ടത് 30 സെക്കൻഡാണ്. ഓക്കെ, 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. പക്ഷേ ശരിയായ ഫോമിൽ ശരിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം പുഷപ്സ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 സെക്കൻഡ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിർത്തരുത്, നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാം പുഷപ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിനെയും ട്രൈസെപ്സിനെയും ഷോൾഡറിനെയൊക്കെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ സൂപ്പർ വർക്കൗട്ടാണ്. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. പുഷപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 3-4 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനൊരു ടവൽ ഇടുക. അതിനുശേഷം നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഇങ്ങനെ കൊണ്ടുപോവുക. അതിനുശേഷം ബാക്കിലോട്ട് വരുമ്പോൾ നല്ലോണം ടവൽ സ്ക്വീസ് ചെയ്യണം. ഇത് നമ്മുടെ ഈ ബാക്ക് മസിലിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ്. നമ്മൾ പുള്ളപ്പൊക്കെ ചെയ്യാറില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പം ഇത് അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ ബാക്ക് മസിലിന് വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ഇതിനിടയ്ക്ക് റെസ്റ്റിംഗ് ടൈം വളരെ കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈ വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം നല്ല രീതിയിൽ മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ബാക്കിലോട്ട് നിങ്ങളുടെ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ് പൂർത്തീകരിച്ചു. അടുത്തായിട്ട് നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഓരോ വർക്കൗട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പിരമിഡ് പുഷപ്പ്. കമോൺ, പിരമിഡ് പുഷപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രൈസെപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ കൈയുടെ ഏകദേശം നല്ലൊരു മസിൽസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രൈസെപ്സ് മസിലാണ്. ഓക്കെ, അതിനുശേഷം മാത്രമാണ് ബൈസെപ്സ് വരുന്നത്. അപ്പോൾ ട്രൈസെപ്സ് മസിലിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടാണിത്. ഓക്കെ, ഇതും നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. 30 സെക്കൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ് നിങ്ങൾ മാക്സിമം ആ ഒരു മസിലിലോട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു 3-4 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വാട്ടാണ്. അപ്പം നമ്മൾ ലോവർ ബോഡിക്കും കൂടെ ആക്ടിവേഷൻ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സ്ക്വാട്ടാണ്. അപ്പോൾ സ്ക്വാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയേറെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടാണ്. കമോൺ, 30 സെക്കൻഡ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് താഴാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ താഴുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോവർ ബോഡിക്ക് വളരെ നല്ല വർക്കൗട്ടാണ് ഈ സ്ക്വാട്ട് എന്ന് പറയുന്നത്. സ്ക്വാട്ട് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. കംപ്ലീറ്റ് ചെയ്യണം. 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് റൈസാണ്. നമ്മുടെ കാലിൻ്റെ കാഫ് മസിലിന് വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. മേളിലോട്ട് നല്ലോണം ഇതേ കണക്കാണ്, മേളിലോട്ട് നല്ലോണം പോവുക. നിങ്ങളുടെ ഫിംഗറിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഇത് വരുന്നത്.
കണ്ടില്ലേ? അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കാഫ് റൈസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഇത് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. നിങ്ങളുടെ കാഫ് മസിലിലോട്ടൊക്കെ, നിങ്ങളുടെ കാലിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ടൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അതിന് തന്നെ കാഫ് മസിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റിയ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം 30 സെക്കൻഡാണ് ഈ വർക്കൗട്ടും നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ചെയ്യുന്നത്. കാരണം 5-6 മിനിറ്റ് കൊണ്ട് നമ്മളിത് ചെയ്ത് തീർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കണം ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. പക്ഷേ എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്താലും നമ്മുടെ ഫോമുകളൊന്നും തെറ്റിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ കോർ മസിലിന് വേണ്ടി, നമ്മുടെ ആബ്സ് മസിലിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്രഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. ഇതും നമുക്കെല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ ആബ്സിന് വളരെ നല്ല വർക്കൗട്ടാണ്. നമ്മുടെ ആബ്സിൻ്റെ ഫാറ്റൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ആബ്സ് മസിലിന് വേണ്ടിയിട്ടും ശക്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പം ഇത് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. കമാൺ ചെയ്യുക, ഒരിക്കലും നിർത്തരുത്. 30 സെക്കൻഡിന് മുമ്പായിട്ട് ചെയ്യുക. കമാൺ, അടിപൊളി വർക്കൗട്ടാണ്. ഡു ഇറ്റ്, കമാൺ. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ് നമ്മൾ ക്രഞ്ചസ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ആബ്സിൻ്റെ തന്നെ അടുത്തൊരു വർക്കൗട്ടിലോട്ട് പോവുകയാണ്. റണ്ണിങ് പ്ലാങ്ക് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റണ്ണിങ് പ്ലാങ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ പ്ലാങ്ക് ചെയ്താലും മതിയാവും. ഇത് ഞാനിപ്പോൾ റണ്ണിങ് പ്ലാങ്കാണ് ചെയ്യുന്നത്. ഓക്കെ, റണ്ണിങ് പ്ലാങ്ക് ചെയ്താലും നമ്മുടെ ഈ ആബ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ആബ്സ് കോർ മസിലിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ പുഷപ്സ്, അതിനൊക്കെ ഡയമണ്ട് പുഷപ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുഷപ്സിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കക്കാർക്കൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നിങ്ങൾ നീ പുഷപ്പ് അത് ചെയ്താൽ മതിയോ? ഓക്കെ, നീ നമ്മുടെ കാലിൻ്റെ മുട്ടുകളിൽ നിങ്ങൾക്കത് കാലിൻ്റെ മുട്ടുകൾ തറയിൽ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ പുഷപ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഡയമണ്ട് പുഷപ്സ്, അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന നമ്മുടെ സാധാ പുഷപ്സ്, നോർമൽ പുഷപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കാലിൻ്റെ മുട്ടിൽ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റണ്ണിങ് പ്ലാങ്ക്. ഇതും കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ 30 സെക്കൻഡ് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ വർക്കൗട്ട്, ഒരേ ഒരു വർക്കൗട്ട് കൂടിയാണ് അവശേഷിക്കുന്നത്. പക്ഷേ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്ത് തരുമ്പോഴേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിയും ആക്ടിവേഷനായിരിക്കും, ഇത് ഉറപ്പാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ബർപ്പീസാണ്. ബർപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ അടിപൊളി ഒരു വർക്കൗട്ടാണ് ബർപ്പീസ് എന്ന് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ എക്സസൈസാണ് ബർപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബർപ്പീസിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഷപ്സ് ചെയ്യേണ്ട, നിങ്ങളല്ലാതെ തന്നെ ജമ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ചാടിയാൽ മതി. ഞാനിപ്പം ബർപ്പീസിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് കാണിക്കുന്നത്. അങ്ങനെ വരിക, അതിനുശേഷം പുഷപ്സ്, വീണ്ടും ജമ്പ്. ഓക്കെ, ഇതാണ് ബർപ്പീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങൾ യാതൊരു മടുപ്പും കൂടാതെ ചെയ്യുക. നിങ്ങൾക്ക് 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ ഫുൾ ബോഡിയും ടോൺ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് അറിഞ്ഞുകൂടാ, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ ഈ വർക്കൗട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക, വളരെയേറെ ഗുണകരമാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ വർക്കൗട്ടുകളാണ്. ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് മുടക്കരുത്. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.